കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ CPM നേതാക്കൾക്കെതിരെ ED കുരുക്കുമുറുക്കാൻ തുടങ്ങിയതോടെ BJP ക്യാമ്പ് ആകെ ആഹ്ലാദത്തിലാണ്. കരുവന്നൂർ വിഷയം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഇലക്ഷൻ പ്രചാരണം പ്രതിസന്ധിയിലാക്കാനാണ് BJPയുടെ ശ്രമം. കരുവന്നൂരിൽ തന്റെ നേതൃത്വത്തിൽ നടന്ന സമരം തൃശൂർകാരുടെ സമരമാണെന്നും തനിക്ക് മുന്നിലും പിന്നിലും ചുറ്റിലുമെല്ലാം നടന്നത് ഇവിടത്തെ നാട്ടുകാരാണെന്നും തൃശൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറയുന്നു. ED അവരുടെ ജോലി കൃത്യസമയത്ത് ചെയ്യും, അതിലൊന്നും നമുക്ക് ഇടപെടാനാകില്ല. EDയെ വിമർശിച്ച K മുരളീധരനോട് EDയുടെ മുമ്പിൽ പോയി സത്യാഗ്രഹം ഇരിക്കാനും സുരേഷ് ഗോപി ഉപദേശിച്ചു. തന്റെ മുന്നിൽ മുരളിച്ചേട്ടനുമില്ല, കർഷകനുമില്ല, സമ്മതിദായകരെയുള്ളൂ, ജനങ്ങളെയുള്ളൂ, അവരുടെ തൃശൂരും. സഹകരണ സ്ഥാപനങ്ങളിലെ അധമം അത് തൂക്കിലേറ്റണം, അത് അങ്ങനെ തന്നെയാണ് സുരേഷ് ഗോപി പറയുന്നു. കരുവന്നൂരിലെ ജനങ്ങളുടെ പണവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് എന്റെ ഇടപെടൽ. അവരുടെ പണം തിരിച്ചു കിട്ടണം, അവർക്ക് വാഗ്ദാനം ചെയ്ത പലിശയടക്കം. ഇന്ന് പ്രാബല്യത്തിലുള്ള പലിശ എത്രയാണോ അതടക്കം അവർക്ക് തിരിച്ചു കൊടുക്കണം. ഇനി അഥവാ അവർ തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ പുതിയ പാർലമെന്റ് വരുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമം കൊണ്ടുവരുന്നതിനായി അവിടെ പോരാടും. അതിനാണ് പ്രാഥമികമായിട്ട് ഞാൻ പോകുന്നത്. ഇതിലൊരു സാമ്പത്തിക ഫാസിസമുണ്ട്, ആ ഫാസിസം തകർക്കണം, തോൽപ്പിക്കണം, സുരേഷ് ഗോപി പറയുന്നു. ഇങ്ങനെ കരുവന്നൂർ വിഷയത്തിൽ BJP പിടിമുറുക്കുമ്പോൾ മറുപുറത്ത് UDF ആകെ ധർമ്മസങ്കടത്തിലാണ്. കേന്ദ്രം EDയെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തിനെതിരെ വേട്ട നടത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് കേരളത്തിൽ ED എത്തുമ്പോൾ അതിനെ ന്യായീകരിക്കാനാവാത്ത അവസ്ഥ. ഇതാണ് BJPയുടെ നേട്ടവും. മുൻ MP PK ബിജു, CPM തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ PK ഷാജൻ എന്നിവർക്ക് കൂടി ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ED നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ബിജുവിനോട് വ്യാഴാഴ്ചയും ഷാജനോട് വെള്ളിയാഴ്ചയും ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കരുവന്നൂരിലെ തട്ടിപ്പ് അന്വേഷിക്കാൻ CPM നിയോഗിച്ച അന്വേഷണ സമിതി അംഗങ്ങളായിരുന്നു ഇരുവരും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ MPക്ക് പങ്കുണ്ടെന്നും അത് PK ബിജു ആണെന്നും നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാവ് അനിൽ അക്കര PK ബിജുവിന്റെ പേര് പറഞ്ഞ് പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ PK ബിജു ഈ ആരോപണങ്ങൾ അത്രയും നിഷേധിക്കുകയും തെളിവുണ്ടെങ്കിൽ പുറത്തുവിടാൻ വെല്ലുവിളിക്കുകയും ചെയ്തു. കേസിൽ അറസ്റ്റിലായ സതീഷ് കുമാറുമായി PK ബിജുവിന് ബന്ധമുണ്ടെന്നും സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും വാർത്തകൾ വന്നു. എന്നാൽ ഈ ആരോപണവും PK ബിജു നിഷേധിക്കുകയായിരുന്നു. ബാങ്ക് തട്ടിപ്പിൽ CPMന് വ്യക്തമായ പങ്കുണ്ടെന്നാണ് ED വ്യക്തമാക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ച് ED കത്ത് നൽകിയിരുന്നു. ചട്ടങ്ങൾ ലംഘിച്ച് ബാങ്കിൽ പാർട്ടി അക്കൗണ്ടുകൾ തുറന്നു എന്നാണ് EDയുടെ കണ്ടെത്തൽ. തൃശൂരിൽ 17 ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ ഏകദേശം 25-ലേറെ രഹസ്യ അക്കൗണ്ടുകൾ കണ്ടെത്തുകയും കഴിഞ്ഞ 10 വർഷത്തിനിടെ 100 കോടിക്ക് മുകളിലുള്ള ഇടപാടുകൾ ഇവയിലൂടെ നടന്നതായും അന്വേഷണത്തിൽ ED കണ്ടെത്തിയിരുന്നു.